സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റുകളിൽ ഒന്നാണ് ഇതിലെ മമ്മൂക്കയുടെ സ്റ്റാൻലി ദാസ് എന്ന സൈക്കോ കില്ലർ കഥാപാത്രം ഒരു പോലീസ് ഓഫീസർ ആണ് എന്നുള്ളത്. ഇന്റർവെല്ലിന് മുൻപായിട്ടാണ് ഈ കാര്യം സിനിമയിൽ റിവീൽ ചെയ്യുന്നത്. എന്നാൽ ഇതിനു മുൻപ് തന്നെ സിനിമയുടെ തുടക്ക സമയത്ത് സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സീനില് ഇത്തരത്തിൽ മമ്മൂക്കയുടെ കഥാപാത്രം ഒരു പോലീസ് ഓഫീസർ ആണ് എന്നുള്ള ഒരു ഹിന്റ് നൽകുന്നുണ്ട്. ഈ സീനിൽ ഗോപി എന്നു പേരുള്ള ഒരു കഥാപാത്രം വന്ന് സ്റ്റാൻലി ദാസിനോട് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. ഗോപിയുടെ ജ്വല്ലറിയിലേക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന സയനൈഡ് അടുത്ത വീട്ടിലെ നായ മണക്കുകയും സ്പോട്ടിൽ തന്നെ അത് ചാവുകയും ചെയ്യുന്നു. നായയുടെ ഓണർ ഇത് കേസാക്കാൻ പോവുകയാണെന്നും അതിൽ നിന്നും തന്നെ ഒഴിവാക്കണം എന്നുമാണ് ഗോപി സഹായം അഭ്യർത്ഥിക്കുന്നത്. സയനൈഡിനെ കുറിച്ച് കേട്ട സ്റ്റാൻലി ദാസ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഗോപിയോട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും കേസിൽ നിന്നും ഒഴിവാക്കാമെന്നും താൻ സംസാരിച്ച് ഡീൽ ചെയ്തോളാം എന്നും പറയുന്നുണ്ട്. സോ ഇത്തരത്തിൽ മമ്മൂക്ക ഒരു പോലീസ് ഓഫീസർ ആണെന്നുള്ള സൂചന ആദ്യം തന്നെ നൽകുന്നുണ്ട്. സ്റ്റാൻലി ദാസ് ഓരോ കൊലപാതകങ്ങൾക്ക് ശേഷവും തന്റെ ഡയറിയിൽ കൊന്ന ആളുകളുടെ ചിത്രം ചുവപ്പുമഷി ഉപയോഗിച്ച് വരച്ചു വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് കൊല്ലാൻ സാധിക്കാതിരുന്നവരെയോ അല്ലെങ്കിൽ തന്റെ കയ്യിൽ നിന്നും മിസ്സായി പോയവരെയോ പച്ചമഷി ഉപയോഗിച്ചാണ് ഡയറിയിൽ വരച്ചിട്ടുള്ളത്. ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന ഈ സ്ത്രീയെ സ്റ്റാൻലി ദാസ് തന്റെ ഇരയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർ മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ വലയിൽ അകപ്പെടുന്നില്ല. അന്ന് അവരുടെ ചിത്രം ഇതുപോലെ പച്ചമഷി ഉപയോഗിച്ചാണ് വരച്ചിരിക്കുന്നത് എന്ന് കാണാം. അതുപോലെ തന്നെ സിനിമയുടെ അവസാന ഭാഗത്തിൽ വിനായകന്റെ പോലീസ് കഥാപാത്രം ഈ ഡയറി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വിനായകന്റെ ചിത്രവും ഇത്തരത്തിൽ പച്ചമഷി ഉപയോഗിച്ചാണ് വരച്ചിരിക്കുന്നത് എന്ന് കാണാം. വിനായകനെയും കൊല്ലാൻ ശ്രമിച്ചിരുന്നെന്നും എന്നാൽ അതിന് സാധിച്ചില്ലെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ അന്വേഷണം തന്നിലേക്ക് നീളും എന്നുള്ള ഒരു നിർണായക ഘട്ടത്തിൽ അന്വേഷണം വഴിതിരിച്ചു വിട്ട് മണി എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കുറ്റക്കാരനാക്കി അയാളെ കൊല്ലുന്നുണ്ട്. ഇത്തരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി തന്റെ ലിസ്റ്റിൽ ഇല്ലാതിരുന്നിട്ടും അയാളെ കൊന്നതുകൊണ്ട് അയാളുടെ ചിത്രം ഡയറിയിൽ കറുപ്പ് മഷി ഉപയോഗിച്ചാണ് വരച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. സ്റ്റാൻലി ദാസ് എത്ര പേരെ കൊന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം മമ്മൂക്കയുടെ കഥാപാത്രമായ സ്റ്റാൻലി ദാസ് തന്നെ അറിയാതെ പറയുന്നുണ്ട്. ഈ സീനില് ഇവർ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ തന്നെ 10-30 പെണ്ണുങ്ങളായില്ലേ എന്ന് അറിയാതെ പറയുന്നുണ്ട്. അപ്പൊ കൂടെയുള്ള പോലീസ് പറയുന്നുണ്ട്, ഇല്ല സാറേ 13 കേസുകളെ ആയിട്ടുള്ളൂ എന്ന്. അതായത് കേസ് രജിസ്റ്റർ ചെയ്തതോ മിസ്സായതോ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടതോ ആയിട്ട് പോലീസിന്റെ കയ്യിൽ 13 പേരേ ഉള്ളൂ. എന്നാൽ സ്റ്റാൻലി ദാസ് 30ഓളം പേരെ കൊന്നതായിട്ട് സ്വയമേ തന്നെ പറയുന്നുണ്ട്. അതുകൂടാതെ ഈ സീനിൽ വണ്ടിയുടെ പുറകിലെ സീറ്റിലിരുന്ന് വിനായകനും മറ്റേ പോലീസ് ഉദ്യോഗസ്ഥനും ശ്രദ്ധിക്കാത്ത വിധത്തിൽ എന്തോ ഒരു സാധനം വണ്ടിയുടെ വിൻഡോയിലൂടെ പുറത്തേക്ക് ഇടുന്നുണ്ട്. അത് മിക്കവാറും അതിനു മുൻപ് കൊലപാതകം നടത്തിയ അഭിജ എന്ന പെൺകുട്ടിയുടെ സിം കാർഡ് ആയിരിക്കണം. കാരണം ഓൾറെഡി താൻ നടത്തിയ കൊലപാതകങ്ങളെ കുറിച്ച് തന്നെ അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന്റെ ഭാഗമായ സ്റ്റാൻലി ദാസ് അവരുടെ നെക്സ്റ്റ് പിടിവള്ളി തൊട്ടു മുൻപ് കൊല്ലപ്പെട്ട അഭിജയുടെ മൊബൈൽ ഫോണ് വീണ്ടും ഓൺ ആകുമ്പോൾ അത് ട്രേസ് ചെയ്യുക എന്നതാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് സിം നശിപ്പിച്ച് പുറത്തേക്ക് കളഞ്ഞത്. മാത്രമല്ല വണ്ടിയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം മൊബൈൽ ഫോണും നശിപ്പിച്ച് കളയുന്നുണ്ട്. വിനായകൻ ഈ കേസിലേക്ക് വരുന്നത് കാട്ടായിക്കോണം വർഗീയ ലഹളയുമായി ബന്ധപ്പെട്ടാണ്. ഹിന്ദു പെൺകുട്ടി മുസ്ലിം പയ്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് കാണാം. ഇത് കണ്ടത് ഒരു പൂജാരിയാണ് എന്ന് പറയുന്നു. ഇതിൽ പൂജാരി കണ്ടതായി പറയുന്ന വ്യക്തിക്ക് മമ്മൂക്കയുമായിട്ട് സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പൂജാരി കണ്ടത് മമ്മൂട്ടിയും ആ പെൺകുട്ടിയും പോകുന്നതായിരിക്കും. എന്നാൽ സൈഡിൽ നിന്നും കണ്ടതാണെന്നും വ്യക്തമായില്ലെന്നും ചോദ്യം ചെയ്യലിൽ പൂജാരി പറയുന്നുണ്ട്. നാട്ടിലെ സ്ത്രീ വിഷയത്തിൽ തൽപരനായിട്ടുള്ള ഒരു മുസ്ലിം പയ്യനുമായിട്ടാണ് പൂജാരി ആ പെൺകുട്ടി ഒളിച്ചോടി പോയത് എന്ന് കരുതുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം മമ്മൂക്കയിലോട്ട് നീളാതെ വർഗീയ ലഹളയായിട്ട് മാറി. സയനൈഡിനെ കുറിച്ച് അറിയുന്നതിന് മുൻപ് വരെ സ്വന്തം കൈകൊണ്ട് ശ്വാസം മുട്ടിച്ചും മറ്റുമായിരുന്നു ഓരോ കൊലപാതകങ്ങളും സ്റ്റാൻലി ദാസ് ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് സയനൈഡ് കലർത്തിയ ഗർഭനിരോധന ഗുളിക സ്വയം കഴിപ്പിച്ച് പബ്ലിക് ടോയ്ലറ്റുകളിൽ സ്വയം മരണപ്പെടുകയാണ് ഇരകൾ. അപ്പോൾ മുൻപ് നടത്തിയ കൊലപാതകങ്ങളിലെ ബോഡികൾ ബാഗിലാക്കി കാറിന്റെ ഡിക്കിയിൽ ഇട്ട് കൊണ്ടുപോകുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓരോ കൊലപാതകങ്ങൾ പ്ലാൻ ചെയ്യുന്നതും ചിത്രം വരച്ച ഡയറി ഉള്ളതും സയനൈഡ് മിക്സ് ചെയ്യുന്നതുമെല്ലാം ഒരു പഴയ തറവാട് വീട്ടിലാണ് സ്റ്റാൻലി ദാസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അവിടെ കുറെ പറമ്പും സ്ഥലവും ഉള്ളതായിട്ടും കാണാം. മിക്കവാറും ഇവിടെയായിരിക്കും ഓരോ ബോഡിയും കുഴിച്ചിടുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തുമാവാം. സ്റ്റാൻലി ദാസിന്റെ കൊലപാതകങ്ങളുടെ മോട്ടീവ് ഡയറക്റ്റായിട്ട് സിനിമയിൽ പറയുന്നില്ലെങ്കിലും വിനായകൻ എലിയെ കൊല്ലുന്ന കഥ പറയുന്നതിന്റെ പാരലൽ നരേറ്റീവായിട്ട് സ്റ്റാൻലി ദാസിന്റെ കൊലപാതക പരമ്പരകളുടെ ഒരു റീസൺ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. വിനായകൻ വീട്ടിലുള്ള എലികളെ കൊന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് എലിയെ കൊല്ലാൻ കിട്ടാതായപ്പോൾ ഉള്ള നിരാശ പറയുമ്പോൾ പാരലലായി സ്റ്റാൻലി ദാസ് അടിക്കടി പോകുന്ന ആ വീട്ടിലെ ചുമർ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അതിലൊരു വയസ്സായ ആളും ചെറിയ പ്രായത്തിലുള്ള സ്റ്റാൻലി ദാസും മൃഗങ്ങളെ വേട്ടയാടിയതിനു ശേഷമുള്ള ചിത്രങ്ങളാണ് കാണിക്കുന്നത്. ആ വയസ്സായ ആള് സ്റ്റാൻലി ദാസിന്റെ മുത്തച്ഛനായിരിക്കാം. ഇതിൽ നിന്നും ചെറുപ്പം മുതലേ പല മൃഗങ്ങളെയും വേട്ടയാടി തുടങ്ങിയതാണ് സ്റ്റാൻലി ദാസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
കൂടാതെ ആ ഡയറിയിൽ തവള, പാറ്റ, പല്ലി തുടങ്ങിയ ജീവികളെയും പാമ്പിന്റെ ഇമേജിന്റെ ഒരു റിഫ്ലക്ഷനും പൂച്ചയും ഒക്കെ ചുവപ്പ് നിറത്തിൽ വരച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇതിനെയൊക്കെ കൊന്നു തുടങ്ങിയതായിരിക്കണം സ്റ്റാൻലി ദാസ്. പിന്നീട് തന്റെ സഹപാഠിയായ ഒരു വിദ്യാർത്ഥിനിയെ കൊന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതിനു ശേഷമായിരിക്കും മൃഗങ്ങളിൽ നിന്നും മാറി സ്ത്രീകളെ വേട്ടയാടി ഇരയാക്കി കൊന്നു തുടങ്ങിയത്. ഹോളി ഫാമിലി ഹൈസ്കൂൾ ആറുകാണിയിൽ 1980-81 സ്റ്റാൻലി ദാസ് SSLC പാസ്സായത് എന്ന് ഈ ട്രോഫിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ബാച്ചിന്റെ തന്നെ പാതി കീറിയ ഒരു സ്കൂൾ ഫോട്ടോയും അതിൽ സ്റ്റാൻലി ദാസിനെയും സ്റ്റാൻലി ദാസ് ആദ്യം കൊല ചെയ്ത കൂടെ പഠിച്ച പെൺകുട്ടിയെയും കാണാം. ഈ ചിത്രങ്ങൾ വരച്ച ഡയറി 1978 എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 8ാം ക്ലാസ് മുതൽ താൻ കൊന്ന എല്ലാത്തിനെയും ഡയറിയിൽ വരച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻലി ദാസ്. വിനായകൻ തന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞ പ്രതികളൊന്നും തന്നെ ശരിക്കും രക്ഷപ്പെട്ടതല്ലെന്നും അവരെയൊക്കെ വിനായകൻ ആരും അറിയാതെ കൊന്നതാണെന്നും അവസാനം മമ്മൂക്കയെ കീഴ്പ്പെടുത്തുന്ന സീനിൽ പറയുന്നുണ്ട്. മുൻപ് എലികളെ കൊന്നു തീർന്നതിന് ശേഷം വീണ്ടും അത്തരത്തിൽ കൊല്ലാനുള്ള ഒരു ത്വര ഉണ്ടായ കഥ വിനായകൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ക്രിമിനൽസായ പല പ്രതികളെയും ഡിപ്പാർട്ട്മെന്റ് അറിയാതെ വിനായകൻ കൊന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ കഥാപാത്രമായ സ്റ്റാൻലി ദാസാണ് പ്രതി എന്ന് മനസ്സിലായ ശേഷം കൂടെയുള്ള പോലീസ് ഓഫീസറിനെ കേസിൽ മുൻപ് മിസ്സായ സ്റ്റാൻലി ദാസ് കൊന്ന മണി എന്ന പോലീസ് ഓഫീസറിലേക്ക് വഴിതിരിച്ചു വിടുകയും പിന്നീട് അവസാനം സ്റ്റാൻലി ദാസിനെ ലോഡ്ജിൽ പിടിക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതും ഭാര്യയോട് അവനെ കിട്ടിയില്ല എന്ന് പറയുന്നതും വിനായകൻ സ്റ്റാൻലി ദാസിനെ കൊല്ലുന്നതിനു വേണ്ടി കള്ളം പറഞ്ഞ കാര്യങ്ങളാണ്. അവസാനം ലോഡ്ജിൽ നിൽക്കുന്ന ആള് പോലീസാണെന്നും അയാളുടെ ഹെൽപ്പോടെയാണ് വിനായകൻ അവസാനത്തെ ഇരയായ സ്ത്രീ കഥാപാത്രത്തെ സ്റ്റാൻലി ദാസിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നത് എന്നും കാണാം. കാരണം ആ ലോഡ്ജിൽ തലേ ദിവസം അന്വേഷിക്കാൻ വന്നപ്പോൾ വേറൊരു പയ്യനാണെന്നും ID കാർഡ് വേണ്ടെന്ന് പറഞ്ഞെന്നും മമ്മൂക്കയുടെ കഥാപാത്രം പറയുന്നുണ്ട്. സോ ആ പോലീസുകാരൻ ശരിക്കും ആ ലോഡ്ജിലെ ആളല്ല. അന്നത്തെ ദിവസം സ്റ്റാൻലി ദാസിനെ പിടിക്കുന്നതിന് വേണ്ടി വിനായകൻ വിളിച്ചിട്ട് ലോഡ്ജിൽ വന്ന പോലീസ് ഓഫീസർ ആണെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം. കളങ്കാവൽ എന്ന് പറയുന്നത് തെക്കൻ തിരുവിതാംകൂർ കന്യാകുമാരി ബോർഡറിലുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു ആചാരമാണ്. കാളിയൂട്ട് എന്ന വലിയ ഉത്സവത്തിന്റെ ഭാഗമായി ദിക്കുബലി, കളങ്കാവൽ തുടങ്ങിയിട്ടുള്ള ആചാരങ്ങൾ അനുവർത്തിക്കാറുണ്ട്. ഭദ്രകാളി ദേവി അസുരനായിട്ടുള്ള ദാരുകനെ ലോകം മൊത്തം അന്വേഷിക്കുകയും പിന്നീട് കണ്ടെത്തി നിഗ്രഹിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു പുനരാവിഷ്കാരമാണ് കളങ്കാവൽ എന്ന് പറയുന്ന റിച്വൽ. സിനിമയിൽ ഒരുപാട് പേരെ കൊല്ലുന്ന അസുരനായ സ്റ്റാൻലി ദാസിനെ അന്വേഷിക്കുകയും അവസാനം കണ്ടെത്തുകയും ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ തന്നെ കൊല്ലുകയാണ് വിനായകന്റെ പോലീസ് കഥാപാത്രം ചെയ്യുന്നത്. ഐറോണിക്കലി ഭദ്രകാളി ദാരുകനെ നിഗ്രഹിച്ചതുപോലെ അവസാനം സ്റ്റാൻലി ദാസ് എങ്ങനെയാണോ തന്റെ ഇരകളെ കൊന്നതിന് ശേഷം കാറിന്റെ ഡിക്കിയിലിട്ട് കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ സ്റ്റാൻലി ദാസിനെ സ്വന്തം കാറിന്റെ ഡിക്കിയിലിട്ടാണ് അവസാനം കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഡിക്കി ഓപ്പൺ ആവുന്നതായും സ്റ്റാൻലി ദാസിന്റെ വാണ്ടഡ് പോസ്റ്ററിൽ ഈ കഥാപാത്രത്തിന്റെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള റൗണ്ടിലുള്ള പുക വരുന്നതായും ആണ് സിനിമ അവസാനിക്കുന്നത്. സോ സ്റ്റാൻലി ദാസ് മരിച്ചിട്ടുണ്ടാവില്ലേ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾ സിനിമ കണ്ടപ്പോൾ ഇതല്ലാതെ തോന്നിയിട്ടുള്ള സിനിമയിലെ മറ്റ് ഡീറ്റെയിൽസും കമന്റ് ചെയ്യുക.